ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ പോരാ, എഴുതി നൽകിയിരുന്നുവെങ്കിൽ അന്വേഷിക്കാമായിരുന്നു എന്നാണ് പാർട്ടി ലൈൻ. ടിവിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിൽ ഒന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്കലായിട്ട് ശശിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടേയില്ല. അതുകൊണ്ട് ശശിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ ഇപ്പം നമ്മുടെ മുമ്പിൽ യാതൊരു കാര്യവും ഇല്ല. എം വി ഗോവിന്ദന്റെ ഈ ന്യായീകരണത്തിന് അല്പനേരത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പരാതി നൽകുമെന്ന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറഞ്ഞു. സെക്രട്ടറി എന്താ പറഞ്ഞു, പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ. ഞാൻ എഴുതി കൊടുക്കും. പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവറിന്റെ നിലപാടിനെയും ഗോവിന്ദൻ വിമർശിച്ചു. പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതിനും ന്യായീകരണമുണ്ട്. അയാളുടെ ജൂനിയറൊന്നും അല്ല പരിശോധിക്കുന്നത്, അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിന്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGPക്ക് അപ്പുറം ആ DGP ആണ് അന്വേഷിക്കുന്നത്. അൻവർ പറയുന്നത് കേട്ട് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വന്ന ഗതികേടിലാണ് കോൺഗ്രസ് എന്നും പാർട്ടി സെക്രട്ടറി. അൻവർ എന്ന് പറയുന്നത് CPIMന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അഴിമതി കണ്ടെത്താനുള്ള KT ജലീലിന്റെ സ്റ്റാർട്ടപ്പും പാർട്ടിക്ക് മുന്നിൽ വർക്കായില്ല. അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും. അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. പോലീസിനെ കുറിച്ച് പരാതി അറിയിക്കാൻ അൻവർ പുറത്തിറക്കിയ വാട്സ്ആപ്പ് നമ്പർ വർക്കാകുമോ എന്നും കണ്ടറിയണം. പോലീസ് നടത്തിയ ഇത്തരത്തിലുള്ള ക്രിമിനലിസം നിങ്ങൾക്ക് നീതി കിട്ടാതെ പോയത്, അതുകൊണ്ട് ഒരു സെന്റർ തന്നെ, ഒരു വാട്സാപ്പ് പോയിന്റ് തന്നെ തുടങ്ങുക. തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ADGP MR അജിത് കുമാറിനെ മുൻനിർത്തി BJPയുമായും RSSുമായും CPM ബന്ധമുണ്ടാക്കിയെന്ന കോൺഗ്രസിന്റെ ആരോപണത്തെയും ഗോവിന്ദൻ തള്ളി. PV അൻവർ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിനോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ രേഖാമൂലം പാർട്ടിയെ അറിയിക്കാത്തതിനാൽ നടപടി വേണ്ട എന്നാണ് പാർട്ടിയുടെ നിലപാട്. ഒന്നുകിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ P ശശിയെ സംരക്ഷിച്ച് നിർത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി വിഷയം പാർട്ടി സമ്മേളനങ്ങളിൽ കത്തിച്ചു നിർത്താനുള്ള നീക്കവുമാകാം. എല്ലാം കാലം തെളിയിക്കും. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.